ഹായ് മക്കളെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അമീൻസ് എന്ന് പറയുന്ന പാഠഭാഗമായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അമീൻസ് എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിരുന്നു. അതും ഇനി അതിനകത്തുള്ള ചില പ്രോബ്ലംസുമാണ് എന്താക്കാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓർമ്മയുണ്ടല്ലോ, ലാസ്റ്റ് നമ്മൾ നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ് ഡിസ്കസ് ചെയ്തത്. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻ പാർട്ട് നമ്മൾ എന്താക്കിയിരുന്നു, ഡിസ്കസ് ചെയ്തിരുന്നു. റെഡി? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ റിയാക്ഷൻ പാർട്ടായിരുന്നു നമ്മൾ എന്താക്കിയിരുന്നത്, ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ അടുത്ത ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് സാറ് ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ദിസ് ഈസ് വി ക്യാൻ ബി സേ ഇറ്റ് ആസ് കപ്ലിംഗ് റിയാക്ഷൻസ്. നമ്മൾ അടുത്തതായിട്ട് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റിയാക്ഷനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതായത് കപ്ലിംഗ് റിയാക്ഷൻസ്. അതായത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് നമ്മൾ പറയുന്ന അരോമാറ്റിക്കായ ഫീനോളോ അല്ലെങ്കിൽ അനിലീനോ പോലുള്ള കോമ്പൗണ്ടുകളുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അനിലീനകത്തും അതോടൊപ്പം തന്നെ ഫീനോളിനകത്തുമുള്ള പാരാ പൊസിഷനകത്തുള്ള ഹൈഡ്രജൻ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് കപ്ലിംഗ് എന്താവും നടത്തും. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫീനോളോ അനിലീനോ പോലുള്ള കോമ്പൗണ്ടുകളുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫീനോൾ അല്ലെങ്കിൽ അനിലീനിലെ പാരാ പൊസിഷനിലെ ഹൈഡ്രജൻ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് കപ്ലിംഗ് റിയാക്ഷനിൽ എന്താവും, ഏർപ്പെടും. ഇങ്ങനെ കപ്ലിംഗ് റിയാക്ഷനിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ ചായങ്ങൾ എന്താക്കും, ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താവും തുടങ്ങും. ഇതിനെയാണ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻസ് എന്ന പേരിൽ എന്താക്കുന്നത്, പറയുന്നത്. ഓർക്കണേ മക്കളെ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുകൾ നമ്മൾ പറയുന്ന ഫീനോളോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള അനിലീനോ പോലുള്ള കോമ്പൗണ്ടുകളുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഈ ഫീനോളിലെ അല്ലെങ്കിൽ അനിലീനിലെ പാരാ പൊസിഷൻ ഓഫ് ഹൈഡ്രജൻ ഈ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് കപ്ലിംഗ് റിയാക്ഷനിൽ എന്താവും, ഏർപ്പെടും. ഇങ്ങനെ കപ്ലിംഗ് റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത് ചായങ്ങൾ എന്താവും, ഉണ്ടാവും. ഈ ഒരു റിയാക്ഷനെയാണ് നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻ എന്നുള്ള പേരിൽ എന്താക്കുക, പറയുക. നോക്കാം നമുക്ക്. അതിലെ ഒന്നാമത്തെ കാറ്റഗറി ഇതാണ്. ദിസ് ഈസ് അവർ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. റെഡി? ഇതാണ് നമ്മൾ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ ഫീനോളുമായിട്ട് എന്താക്കുന്നു, റിയാക്ട് ചെയ്യിക്കുന്നു. ഇതാണ് ഫീനോൾ. ഞാൻ കിടത്തി വെച്ചതാ ഫീനോളിനെ. ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനാണിത്, മെറ്റാ പൊസിഷനാണിത്, പാരാ പൊസിഷനാണ് ഇത്. ഈ പാരാ പൊസിഷനിലുള്ള ഹൈഡ്രജൻ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് കപ്ലിംഗ് റിയാക്ഷനിൽ ഏർപ്പെടുമെന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അതായത് പാരാ പൊസിഷനിലെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HCl ആയിട്ട് എന്താവും, മാറും. പാരാ പൊസിഷനിലെ ഹൈഡ്രജനും ക്ലോറിനും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് HCl ആയിട്ട് എന്താവും, മാറും. ബാക്കിയുള്ളത് എന്താണ്? ബെൻസീൻ റിംഗ്, N ഡബിൾ ബോണ്ട് N, then ബെൻസീൻ റിംഗ് OH. റെഡി? ബെൻസീൻ റിംഗ് N ഡബിൾ ബോണ്ട് N, ബെൻസീൻ റിംഗ് OH ആയിട്ട് എന്താവും, മാറും. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതാണ്. ദിസ് ഈസ് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ ആണ്. പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയുന്ന ഓറഞ്ച് കളറുള്ള ഡൈ ആണ് എന്താവുക, ഫോം ചെയ്യുക. റെഡി? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഫീനോളുമായി നമ്മൾ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഫീനോളിലെ പാരാ പൊസിഷനിലെ ഹൈഡ്രജനും Cl തമ്മിൽ നിങ്ങൾ എന്താക്കുന്ന, എലിമിനേറ്റ് ചെയ്തു പോകുന്ന. പിന്നെ ബെൻസീൻ
N ഡബിൾ ബോണ്ട് N ബെൻസീൻ റിംഗ് OH. പാരാ ഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയുന്ന ഓറഞ്ച് കളറുള്ള, ഓറഞ്ച് നിറത്തിലുള്ള ഡൈ ആയിട്ട് എന്താവും മാറും. ഇത്തരം ചായങ്ങളാണ് മക്കളെ നമ്മൾ കാണുന്ന സാധാരണഗതിയിലുള്ള എല്ലാ ഫുഡ് ഐറ്റംസിലും എന്താക്കുന്നത്, സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ചായങ്ങൾ ഇത്തരത്തിൽ നമ്മൾ കപ്ലിംഗ് റിയാക്ഷൻസ് വഴി ഉണ്ടാക്കുന്നുണ്ട്. ഈ കപ്ലിംഗ് റിയാക്ഷൻസ് വഴി ഉണ്ടാക്കുന്ന ഇത്തരം ചായങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസിൽ നമ്മൾ എന്താക്കുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കാറ്റഗറി, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും ഫീനോളും തമ്മിലുള്ള കപ്ലിംഗ് റിയാക്ഷൻ. ദർ ഇസ് എ നെക്സ്റ്റ് വൺ. അടുത്തത് ഇതുപോലെ തന്നെ, ദിസ് ഈസ് അവർ, എൻ്റെ ബെൻസീനൊക്കെ കുറച്ച് ചെരിവുണ്ടാവും, നിങ്ങൾ ഭംഗിയാക്കി വരച്ചോളണേ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഇതാണ് നമ്മൾ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഞാൻ അനിലീനുമായി റിയാക്ട് ചെയ്യുന്നു. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ NH2 ഗ്രൂപ്പ് വെച്ചാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, അനിലീൻ എന്നാണ് നമ്മൾ പറയുക. ഈ അനിലീനിലെ ഓർത്തോ, മെറ്റാ, പാരാ പൊസിഷനാണിത്. ഈ പാരാ പൊസിഷനിലെ ഹൈഡ്രജനും Cl-ഉം കൂടി HCl ആയിട്ട് എന്താവും, പോവും. ബാക്കിയുള്ളത് ബെൻസീൻ റിംഗ് N ഡബിൾ ബോണ്ട് N NH2. റെഡി? എച്ചും Cl-ഉം കൂടി HCl ആയി പോവും. ബാക്കിയുള്ളത് കമ്പൈൻ ചെയ്തിട്ട് പാരാ അമിനോ അസോബെൻസീൻ എന്ന് പറയുന്ന യെല്ലോ കളറുള്ള ഡൈ ആയിട്ട് എന്താവും, മാറും. ഇവിടെയുള്ള എച്ചും Cl-ഉം കൂടി HCl ആയിട്ട് പോവും. ആ HCl ഉണ്ടാക്കാൻ ആവശ്യമുള്ള ബോണ്ടാണ് ഇത്. ഒരു ബോണ്ടും എടുത്തിട്ടാ പോവുക. ബാക്കി ബെൻസീൻ N ഡബിൾ ബോണ്ട് N ബെൻസീൻ റിംഗ് NH2. പാരാ അമിനോ അസോബെൻസീൻ എന്ന് പറയുന്ന യെല്ലോ നിറത്തിലുള്ള ഡൈ ചായമായിട്ട് എന്താവും, മാറും. മൊത്തത്തിൽ ചായങ്ങൾ കൊണ്ടൊരു ആറാട്ടാണ് കേട്ടോ. കപ്ലിംഗ് റിയാക്ഷൻ ഏത് നടന്നാലും, ഏത് കപ്ലിംഗ് റിയാക്ഷൻ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മക്കളെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മെജോറിറ്റിയും ഡൈസ് ചായങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് കാറ്റഗറിയാണ് പറഞ്ഞത്. ഫീനോളുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് പാരാ ഹൈഡ്രോക്സി അസോബെൻസീനും അല്ലെങ്കിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് പാരാ അമിനോ അസോബെൻസീൻ എന്ന് പറയുന്ന യെല്ലോ കളറുള്ള ഡൈയുമായിട്ട് എന്താവും, മാറും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ എന്താ പറയുക ഡയസോണിയം സാൾട്ടിൻ്റെ സിന്തസിസ് അരോമാറ്റിക് കോമ്പൗണ്ടിൽ ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് will be acts as a good intermediate due to the introduction of fluorine, chlorine, OH, Cn, NO2 groups in their aromatic ring. നമ്മുടെ അരോമാറ്റിക് റിങ്ങിൻ്റെ മുകളിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, OH, Cn, NO2 പോലുള്ള ഗ്രൂപ്പുകളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ അറൈൽ ഫ്ലൂറൈഡുകളും അറൈൽ അയഡൈഡുകളും ഒരിക്കലും ഡയറക്റ്റ് ഹാലോജിനേഷൻ വഴി നമുക്ക് സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. അറൈൽ ഫ്ലൂറൈഡുകളാകട്ടെ അറൈൽ അയഡൈഡുകളാകട്ടെ ഇവ ഒന്നിനും തന്നെ നമുക്ക് ഡയറക്റ്റായി ഹാലോജിനേഷൻ വഴി സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവുകയില്ല, സാധിക്കുകയില്ല. ഇത്തരം പ്രോസസ്സുകളിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന കോമ്പൗണ്ടുകളാണ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. ഇതാണ് നമ്മൾ പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ അരോമാറ്റിക് റിങ്ങിൻ്റെ മുകളിൽ ഫ്ലൂറിൻ, ക്ലോറിൻ, OH, സയനൈഡ്, NO2 പോലുള്ള ഗ്രൂപ്പുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന നമ്മുടെ കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്താക്കാം, ഉപയോഗിക്കാം.
അതുപോലെ അറൈൽ ഫ്ലൂറൈഡുകളാകട്ടെ അറൈൽ അയഡൈഡുകളാകട്ടെ ഒരിക്കലും തന്നെ ഇതിനെ ഡയറക്റ്റ് ഹാലോജിനേഷൻ വഴി നമുക്ക് സിന്തസൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് തന്നെയാണ് ഇതിനൊക്കെ തന്നെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത്. കേട്ടോ? അങ്ങനെയാണെങ്കിൽ ഇനി ഇതിലെ സർട്ടൺ ക്വസ്റ്റ്യൻസ് ആണ് സാറിനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് എൻ്റെ കൂടെ തന്നെ ചെയ്യാനുള്ള ശ്രമം നിങ്ങൾ എന്താക്കണം, നടത്തണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. C6H5N2+Cl- അറിയാവല്ലോ, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആണ്. വാം വിത്ത്, അതായത് ഹീറ്റിംഗ് വിത്ത് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ എന്താക്കുന്നു, ചൂടാക്കുന്നു. വാം വിത്ത് വാട്ടർ, വെള്ളം ചേർത്ത് നമ്മൾ എന്താക്കുന്നു, ചൂടാക്കുന്നു. മക്കൾക്ക് നോക്കിയാൽ എളുപ്പത്തിൽ കിട്ടേണ്ട റിയാക്ഷനാണ് ഇത്. നോക്കണം, ശ്രദ്ധിച്ച് കേട്ടോളണം. ഇത്രയേ ഉള്ളൂ. ഇതിൽ N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോകും. റെഡിയല്ലേ? വാട്ടർ എന്ന് പറഞ്ഞാൽ എച്ചും OH ഉണ്ട്. ഇപ്പം N2 പോയേ, N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോയി. വാട്ടർ എന്ന് പറഞ്ഞാൽ എച്ചും OH ഉണ്ട്. എച്ചും Clഉം കൂടി HCl ആയിട്ടും എന്താവും, പോവും. ഇനി എന്താ ബാക്കിയുള്ളത്? ഇവിടെ C6H5 ബാക്കിയുണ്ട്. ഇവിടെ ആകട്ടെ OHും ബാക്കിയുണ്ട് അല്ലേ? N2 നൈട്രജൻ ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും. എച്ചും Clഉം കൂടി HCl ആയി പോവും. C6H5ഉം OHും ആണുള്ളത്. അത് C6H5OH ആയിട്ട് ഫീനോൾ ആയിട്ട് എന്താവും, മാറും. റെഡിയല്ലേ? എളുപ്പമല്ലേ അത് റിയാക്ഷൻ? എന്നാൽ അടുത്തത് നോക്കിക്കേ. അടുത്തത് ഇതാണ്. N2+Cl-, അതാണ് നമ്മൾ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലേ? ഞാൻ എഴുതിയത് മാറിപ്പോയേ. കുഴപ്പമില്ല, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തത് ഇതാണ്. C6H5CONH2 in the presence of bromine and KOH to form A. Ready? A is treated with sodium nitrate and HCl in the presence of steam to form B. B is treated with C6H5N2Cl to form C. Identify A, B and C. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ഇവിടെ C6H5CONH2നെ ബ്രോമിനും KOHുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് A ഫോം ചെയ്യും. NaNO2ഉം HClുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് B ഫോം ചെയ്യും. ബിയെ നമ്മൾ എഗെയിൻ C6H5N2Clുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് C എന്താവും, ഫോം ചെയ്യും. A എന്താ, B എന്താ, C എന്താന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കണം, ഇവിടെ ബ്രോമിനും KOHും വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ. ബ്രോമമൈഡ്, ഇത് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ്. അമൈഡുകളെ ബ്രോമിനും KOHും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ് ഇത്. ഇവിടെ നമ്മൾ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ആക്ച്വലി ഉള്ള കാർബണിനേക്കാൾ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീനാണ് ഫോം ചെയ്യുക. അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചത്. അമൈഡുകളെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തുന്ന സമയത്ത് ആക്ച്വലി എത്ര കാർബൺ ഉണ്ടോ അതിനേക്കാൾ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീനാണ് ഫോം ചെയ്യുക. അപ്പോൾ ഈ ഒരു കാർബൺ കുറവായിട്ടുള്ള അമീനാണ് ഫോം ചെയ്യുക. ദിസ് ഈസ് C6H5NH2 അല്ലേ? C6H5NH2
അനിലീനാണ് എന്തായത് ഫോം ചെയ്തത്. ഇനി ഈ അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ ഉപയോഗിച്ച് നമ്മൾ വാം ചെയ്യുന്നു, ചൂടാക്കുന്നു, സ്റ്റീമും ചേർക്കുന്നു. ഓർമ്മയുണ്ടോ? ഈ അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ഇതാണ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് എന്താവും മാറും. C6H5N2+Cl- എന്ന് പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് എന്താവും മാറും. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിനെ വീണ്ടും വാട്ടറുമായി ട്രീറ്റ് ചെയ്യുകയാണ്. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ വാട്ടറുമായി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലോറിനും എച്ചും കൂടി HCl ആവും. N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും. ബാക്കിയുള്ളത് C6H5ഉം OH ഫീനോളായിട്ട് അതെന്താവും മാറും. റെഡി? നമ്മൾ പഠിച്ചതാണ് ഡിറ്റക്ഷൻ ടെസ്റ്റിൽ നൈട്രസ് ആസിഡ് ഉപയോഗിച്ചിട്ടുള്ള ഡിറ്റക്ഷൻ ടെസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മളത് ഡിസ്കസ് ചെയ്തതാണ്. അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആവും. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ സ്റ്റീമുമായിട്ട് ആവിയുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഒരു എച്ചും Clഉം കൂടി HCl ആവും. N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും. C6H5ഉം ബാക്കി വരുന്ന OHും കൂടി ഫീനോളായിട്ട് മാറും. ഈ ഫീനോളിനെയാണ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറയുന്നത്. റെഡി? അപ്പോൾ ഇതെന്താണ് ഫീനോളും ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡും തമ്മിലുള്ളത്? ഇതൊരു തരം കപ്ലിംഗ് റിയാക്ഷൻ ആണ്. അപ്പോൾ കപ്ലിംഗ് റിയാക്ഷൻ സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ കപ്ലിംഗ് റിയാക്ഷൻ എന്താവും നടന്നങ്ങ് പോവുമെന്ന് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് C6H5N ഡബിൾ ബോണ്ട് N അല്ലേ, C6H5OH. ഇവിടെ N ഡബിൾ ബോണ്ട് N ആവും, Cl ഇപ്പുറത്തിൻ്റെ Hന്റെ കൂടെ പോകുന്നല്ലേ പഠിച്ചത്. അപ്പോൾ C6H5N ഡബിൾ ബോണ്ട് N C6H5OH എന്ന് പറയുന്ന പാരാഹൈഡ്രോക്സി അസോബെൻസീൻ എന്ന് പറയുന്ന ഡൈ ആയിട്ട് എന്താവും ഫോം ചെയ്യും. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. എന്ത് കൊറോണയാണെന്ന് പറഞ്ഞാലും പരീക്ഷയ്ക്കൊന്നും യാതൊരു തരത്തിലുള്ള വ്യത്യാസമോ അല്ലെങ്കിൽ കണ്ടന്റിലുള്ള വ്യത്യാസമോ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. പാഠഭാഗങ്ങളൊക്കെ എല്ലായിടത്തും സാധാരണ പോലെ നടക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു വ്യത്യാസവും അതിൻ്റെ പേരിൽ നിങ്ങൾ ആരും എന്താക്കണ്ട, പ്രതീക്ഷിക്കേണ്ടതില്ല. ദെൻ there is a next one. അടുത്ത ചോദ്യം ഇതാണ്. It is how will you convert, എഴുതിക്കോളൂ എൻ്റെ കൂടെ, how will you convert nitrobenzene to benzoic acid? എങ്ങനെ നൈട്രോബെൻസീനിനെ ബെൻസോയിക് ആസിഡ് ആക്കിയിട്ട് എന്താക്കാം, മാറ്റാം. നോക്കണേ, ഓരോ ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആദ്യം ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ NO2 ഗ്രൂപ്പ് വന്നാൽ നൈട്രോ ബെൻസീൻ ആയിട്ട് എന്താവും മാറും. നമ്മൾ നൈട്രോ ബെൻസീനിൽ നിന്ന് എങ്ങനെയാണ് അനിലീൻ ഉണ്ടാക്കിയത് എന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയായിരുന്നു? റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള നൈട്രോ കോമ്പൗണ്ടുകളെ അയേണിൻ്റെയും HClൻ്റെയും അല്ലെങ്കിൽ റാനെ, നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം പോലുള്ള കാറ്റലിസ്റ്റുകളുടെ സഹായത്താൽ നമ്മൾ എന്താക്കുന്നു? റിഡക്ഷൻ നടത്തുന്നു. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. ഇങ്ങനെ നൈട്രോ കോമ്പൗണ്ടുകളെ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ സംഭവിച്ച് ഇത് അനിലീൻ ആയിട്ട് എന്താവും മാറും. അപ്പോൾ നമ്മൾ അനിലീൻ എന്താക്കി ഫോം ചെയ്യിച്ചു. റെഡി? ഇനി അടുത്തതൊക്കെ പെട്ടെന്ന് പറഞ്ഞോളണേ. റിയേജൻറ്റ് ഞാൻ ഫില്ല് ചെയ്യുള്ളൂ. അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യിച്ചു. ഈ ഫോം ചെയ്തിട്ടുള്ള അനിലീനിനെ
സോഡിയം നൈട്രേറ്റും അതോടൊപ്പം ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ എന്താക്കി? റിയാക്ട് ചെയ്യിച്ചു. അനിലീനേഴ്സ് റിയാക്റ്റഡ് വിത്ത് സോഡിയം നൈട്രേറ്റ് ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ദിസ് ഈസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലേ? അനിലീന് സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് എന്താവും? മാറും. ഇത്രയും പിടി കിട്ടിയോ? ഇതിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇത് സാധാരണ റിഡക്ഷനാ. സാറിന് ഇഷ്ടമുള്ള അയൺ ആൻഡ് HCl എഴുതിയെന്നുള്ളൂ. റാനെ നിക്കലോ പ്ലാറ്റിനമോ പലേഡിയമോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാറ്റലിസ്റ്റ് റിഡക്ഷൻ എഴുതിക്കോ കേട്ടോ. അപ്പോൾ അനിലീൻ കിട്ടി. അനിലീനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് എന്തായി കിട്ടി. സാർ ഇവിടെ നിങ്ങൾ വരയ്ക്കുവാണേ. ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ സയനൈഡും പൊട്ടാസ്യം സയനൈഡുമായിട്ട് എന്താക്കുന്നു? റിയാക്ട് ചെയ്യിക്കുന്നു. ഒന്ന് പ്രോഡക്റ്റ് എഴുതിക്കേ. അനിലീനിനെ കോപ്പർ സയനൈഡും പൊട്ടാസ്യം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഒന്ന് പ്രോഡക്റ്റ് എഴുതൂ. നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതായതുകൊണ്ടാണ് വിട്ടു തന്നത് കേട്ടോ. എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന പ്രോഡക്റ്റാണ്. ഇത് ഏതാണ്? സാൻമേയേഴ്സ് റിയാക്ഷൻ ആണ്. നൈട്രജൻ ഗ്യാസ് എലിമിനേറ്റ് ചെയ്തു പോവും. ഇവിടെ കെയും സിയലും KCl ആവും. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് എ സയനോബെൻസീൻ. നിങ്ങൾക്ക് സയനോബെൻസീൻ ആണ് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക? കിട്ടുക. റെഡി? ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ്. സയനോബെൻസീനിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുന്നു. റെഡി? ഈ ഫോം ചെയ്തിട്ടുള്ള സയനോബെൻസീനിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്താവും? മാറും. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ COOH ഗ്രൂപ്പ് വന്നാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബെൻസോയിക് ആസിഡ് എന്നാണ് നമ്മൾ എന്താക്കുക? പറയുക. വളരെ സിംപ്ലസ്റ്റ് ആയ ഒരു പ്രോസസ്സാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നൈട്രോബെൻസീനിനെ റിഡക്ഷൻ നടത്തിയപ്പോൾ അത് അനിലീനായി. അനിലീനിനെ സോഡിയം നൈട്രേറ്റും അതോടൊപ്പം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യിച്ച സമയത്ത് അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡായി. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ സയനൈഡും പൊട്ടാസ്യം സയനൈഡുമായി റിയാക്ട് ചെയ്യിച്ച സമയത്ത് അത് സയനോബെൻസീനായി. സയനോബെൻസീനിനെ നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തിയ സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്തായി? മാറി. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? എന്നാൽ അടുത്ത ചോദ്യം. എപ്പോഴും കുറേ തിയറി കണ്ടന്റ് പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല മക്കളെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി വെടിപ്പായി എഴുതി തന്നെ പഠിക്കണം കേട്ടോ. അല്ലാതെ ചുമ്മാ നിങ്ങളൊന്നും ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല അതിനെ കൊണ്ട്. എന്നാൽ അടുത്ത ചോദ്യം ശ്രദ്ധിച്ചു കേട്ട് ചെയ്തു തരൂ എനിക്ക്. ഫസ്റ്റ് വൺ, C6H5N2+Cl-. ഇതാണ് നമ്മൾ പറയുന്ന ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അതിനെ കോപ്പർ സയനൈഡുമായി പൊട്ടാസ്യം സയനൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ A ഫോം ചെയ്യുന്നു. A വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് B ഫോം ചെയ്യുന്നു. Bയെ അമോണിയയുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് C എന്താകുന്നു? ഫോം ചെയ്യുന്നു. ചെയ്തോളൂ. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ സയനൈഡും പൊട്ടാസ്യം സയനൈഡുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് A ഫോം ചെയ്യുന്നു. A വാട്ടറുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് B ഫോം ചെയ്യുന്നു. ഈ Bയെ നമ്മൾ അമോണിയയുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് C എന്താകുന്നു? ഫോം ചെയ്യുന്നു. പെട്ടെന്ന് A എന്താ, B എന്താ, C എന്താന്ന് നോക്കൂ. കിട്ടിയോ? വേഗത്തിൽ സമയം പോണു നമ്മുടെ. റെഡി? എന്നാ നോക്കുവാണേ ഞാൻ ഇവിടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ കോപ്പർ സയനൈഡും പൊട്ടാസ്യം സയനൈഡുമായിട്ട് നമ്മൾ എടുക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ്. സാൻ മേയേഴ്സ് റിയാക്ഷൻ നടക്കുമ്പോൾ സയനൈഡ് ഇവിടെ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയി
C6H5CN എന്ന് പറയുന്ന സയനോ ബെൻസീൻ ആണ് എന്താവുക, ഫോം ചെയ്യുക. N2 ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും, KCl വേറെ പോവും, C6H5ഉം CNും കൂടി ചേർന്ന് സയനോ ബെൻസീൻ ആയിട്ട് എന്താവും, മാറും. ഇനി ഈ സയനോ ബെൻസീനിനെ നമ്മൾ ഹൈഡ്രോളിസിസ് എന്താക്കുന്നു, നടത്തുന്നു. സയനോ ബെൻസീനിനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. തൊട്ടു മുന്നത്തെ പ്രോബ്ലവും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നത്. സയനോ ബെൻസീനിനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്താവും, മാറും. ദ ലാസ്റ്റ് സ്റ്റെപ്പ്, ബെൻസോയിക് ആസിഡ് ഇസ് ട്രീറ്റഡ് വിത്ത് അമോണിയ. നോക്കൂ മക്കളെ, ഈ അമോണിയക്കകത്തുള്ള ഒരു എച്ചും ഈ OHും കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. അമോണിയക്കകത്തുള്ള എച്ചും ഈ OHും കൂടി വാട്ടർ ആയിട്ട് എന്താവും, എലിമിനേറ്റ് ചെയ്തു പോവും. ബാക്കി എന്താ ഉള്ളത്, C6H5COയും NH2ഉം ഉണ്ട്. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് C6H5CONH2. നിങ്ങൾക്ക് അമൈഡ്, ബെൻസമൈഡ് ആണ് എന്താവുക, ലഭിക്കുക. നോക്കുക, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിന് സാൻമേയേഴ്സ് റിയാക്ഷൻ നടത്തുന്ന സമയത്ത് അത് സയനോ ബെൻസീൻ ആയിട്ട് എന്താവും, മാറും. ഈ സയനോ ബെൻസീനിനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അത് ബെൻസോയിക് ആസിഡ് ആയിട്ട് എന്താവും, മാറും. ആ ബെൻസോയിക് ആസിഡിനെ അമോണിയയുമായി റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് എച്ചും OHും കൂടി വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്തു പോവുകയും ഫൈനലി അമൈഡ് പ്രോഡക്റ്റ് ആയി ഫോം ചെയ്യുകയും എന്താവും, ചെയ്യും. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് കേട്ടോ. ചിലരൊക്കെ വളരെ വേഗത്തിൽ ചെയ്യുന്നുണ്ട്, ചിലരിങ്ങനെ അന്തം വിട്ട കുന്തം പോലെ ഇരിക്കുന്നുണ്ട്. ചെയ്ത് ശീലിക്കാതെ ഒരിക്കലും ഇത് നിങ്ങൾക്ക് ലഭിക്കില്ല മക്കളെ കേട്ടോ. ഓർഗാനിക് അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല. നോക്കൂ, C6H5NO2 നൈട്രോ കോമ്പൗണ്ട് ആണ്. ഇൻ ദ പ്രസൻസ് ഓഫ് ടിൻ ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അറിയാവല്ലോ, റിഡക്ഷൻ ആണ്. അപ്പോൾ A കിട്ടും. A സോഡിയം നൈട്രേറ്റും HClലുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് B കിട്ടും. BA വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് C കിട്ടും. അങ്ങനെയാണെങ്കിൽ A എന്താ, B എന്താ, C എന്താ? വേഗം നോക്കൂ, പെട്ടെന്നാവട്ടെ കേട്ടോ, വേഗത്തിലാക്കൂ. എന്നെ നോക്കി നിൽക്കാനല്ല, അത് വേഗത്തിൽ ചെയ്യാനാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. റെഡിയായി എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും. നോക്കൂ, നൈട്രോ കോമ്പൗണ്ട് ആണ്. നൈട്രോ കോമ്പൗണ്ടുകളെ നമ്മൾ റിഡക്ഷൻ ആണ് നടത്തുന്നത്. റിഡക്ഷൻ ഓഫ് നൈട്രോ കോമ്പൗണ്ട്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് റിമൂവൽ ഓഫ് ഓക്സിജൻ എന്നാണ്. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് അനിലീൻ. റിഡക്ഷൻ നടത്തുമ്പോൾ അനിലീൻ ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക, ലഭിക്കുക. ഈ അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് ഇത് ഡയസറ്റൈസേഷൻ ആണ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താവും, തുടങ്ങും. റെഡി? ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ വാട്ടർ ഉപയോഗിച്ച് ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ വെള്ളത്തിൽ എച്ചും OHും ഉണ്ട്. എച്ചും Clലും HCl ആയി പോവും.
നൈട്രജൻ ഗ്യാസായി എലിമിനേറ്റ് ചെയ്തു പോവും. ബാക്കിയുള്ളത് ബെൻസീൻ റിംഗ് ആണ്. ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ OH ഗ്രൂപ്പ് വന്നാൽ അത് ഫീനോൾ ആയിട്ട് എന്താവും മാറും. നോക്കണം, നൈട്രോ കോമ്പൗണ്ടുകളെ ആദ്യം റിഡക്ഷൻ നടത്തുന്ന സമയത്ത് അത് അനിലീൻ ആയിട്ട് എന്താവും മാറും. അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ആ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ ഹൈഡ്രോളിസിസ് നടത്തുന്ന സമയത്ത് അത് ഫീനോൾ ആയിട്ട് എന്താവും മാറും. ചെയ്തത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും മറിച്ചും ഒക്കെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. റെഡി? ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ. ശ്രദ്ധിച്ച് ചെയ്തു നോക്കണേ. ദിസ് ഈസ് ബെൻസമൈഡ്. ഫസ്റ്റ് തന്നിരിക്കുന്നത് ബ്രോമിൻ ആൻഡ് NaOH to form A. A is treated with sodium nitrate and HCl to form B. B is treated with H3PO2 and H2O reduction to form C. C is treated with CH3Cl plus anhydrous aluminum chloride. എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ടു ഫോം D. ഐഡൻറ്റിഫൈ A, B, C and D. പെട്ടെന്നാവട്ടെ. A, B, C and D എന്താക്കുക? ഐഡൻറ്റിഫൈ ചെയ്യുക. വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്തോളൂ. വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നതൊക്കെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കുക കേട്ടോ. ഇതിനൊന്നും ഒരുപാട് സമയമൊന്നും മെനക്കെടുത്തേണ്ടതായിട്ടില്ല ശരിക്കും നോക്കുകയാണെങ്കിൽ. ഞാനിങ്ങനെ സ്റ്റെമ്പായി നിൽക്കേണ്ടി വരുമോ അതോ പെട്ടെന്ന് തീരുമോ? വേഗത്തിലാക്കൂ. മറിച്ച് ചെയ്യാതെ ശ്രദ്ധിച്ച് ചെയ്യൂ കേട്ടോ. അറിയുന്ന പോലെ ചെയ്യൂ. ആദ്യത്തേത് ബ്രോമിനും NaOHും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അതെന്താണ്? ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ് എന്ന്. ഇവിടെ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടക്കുന്ന സമയത്ത് എന്താണ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ്റെ കണ്ടീഷൻ? ആക്ച്വലി ഉള്ള കാർബണിനേക്കാൾ ഒരു കാർബൺ കുറവായ അമീനാണ് ലഭിക്കുക. അപ്പോൾ ഇതിനെ അങ്ങ് ഒഴിവാക്കിയാൽ മതി. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് അനിലീൻ. ഇനി ഈ അനിലീനിനെ സോഡിയം നൈട്രേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഡയസറ്റൈസേഷൻ ആണ് നടക്കുന്നത്. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് അല്ലേ? അനിലീനിനെ ഡയസറ്റൈസേഷൻ നടത്തുന്ന സമയത്ത് അത് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ആയിട്ട് എന്താവും മാറും. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇച്ചിരി ഒരു പ്രയാസം ഉണ്ടാവും. ഇതൊന്ന് കാണാതെ പഠിച്ചേക്കണം. ഫോസ്ഫറസിൻ്റെ ഓക്സോ ആസിഡുകളുമായി നമ്മൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് ബെൻസീൻ. ബെൻസീൻ റിംഗ് ആണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ആയിട്ട് എന്താവുക ലഭിക്കുക. ഈ പറയുന്ന നമ്മുടെ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ H3PO2 വാട്ടർ റിഡക്ഷൻ നടത്തുന്ന സമയത്ത് ബെൻസീനാണ് നിങ്ങൾക്ക് എന്താവുക പ്രോഡക്റ്റ് ആയിട്ട് ലഭിക്കുക. അത് ഓർത്തിരുന്നാൽ മതി. ഇതിനെ ഞാൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ ആണ് നടത്തുന്നത്. ആൽക്കൈലേഷൻ നടത്തുമ്പോൾ അറ്റാച്ചിങ് ഗ്രൂപ്പ് ഏതാണ്? CH3. അപ്പോൾ ബെൻസീൻ റിങ്ങിൻ്റെ മുകളിൽ ആര് വരും? CH3 വരും. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് ടൊളുവീൻ. ഇവിടെ ഈ ഒരു ചോദ്യം എല്ലായ്പ്പോഴും ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഹൗ വിൽ യു കൺവേർട്ട് ബെൻസമൈഡ് ഇൻടു ടൊളുവീൻ? ബെൻസമൈഡിനെ എങ്ങനെ ടൊളുവീൻ ആക്കി മാറ്റാം?
വളരെ ഇമ്പോർട്ടൻ്റ് ആയി ഇങ്ങനെയും ഈ ഒരു ചോദ്യം ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. എങ്ങനെ നമുക്ക് ബെൻസമൈഡിനെ ടൊളുവീൻ ആക്കി മാറ്റാം? അല്ലെങ്കിൽ ഈ പ്രോസസ്സ് ഇങ്ങനെയും ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്തു പോകുന്നത് എന്നുള്ളത്. ആദ്യം ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ്, പിന്നെ ഡയസറ്റൈസേഷൻ ആണ്, പിന്നെ റിഡക്ഷൻ ആണ്. ആ റിഡക്ഷൻ കഴിഞ്ഞ് നമ്മൾ പറയുന്ന ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ നടത്തുമ്പോഴേക്ക് അത് ടൊളുവീൻ ആയിട്ട് എന്താവും മാറും. ദെൻ ദർ ഇസ് എ നെക്സ്റ്റ് വൺ. അടുത്തത് എല്ലാം ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കൂ കേട്ടോ. ഒന്നും ഇപ്പറഞ്ഞതെല്ലാം തന്നെ ഒരുപോലുള്ളതാണ്, ഒന്നിലൊരു വ്യത്യാസമൊന്നും വരാനൊന്നുമില്ല. CH3COOH എത്തനോയിക് ആസിഡ് ആണ്. അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് A ഫോം ചെയ്യും. അതിനെ ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് KOH റിയാക്ട് ചെയ്യുമ്പോൾ B ഫോം ചെയ്യും. BA സോഡിയം നൈട്രേറ്റ് HCl സ്റ്റീമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ C ഫോം ചെയ്യും. ഐഡൻറ്റിഫൈ A, B ആൻഡ് C. വേഗത്തിലാവട്ടെ. ഞാനിത് വേഗത്തിലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആവുന്നില്ല, നിങ്ങൾ വേഗത്തിലാക്കും. സ്പീഡാക്കി ചെയ്യുവേ. ഇതിനൊക്കെ ഇത്രമാത്രം സമയം എടുക്കാനുണ്ടോടോ? എന്താ സംഭവിക്കണത്? ഈ OHും അമോണിയക്കകത്തുള്ള Hും കൂടി വാട്ടറായി എലിമിനേറ്റ് ചെയ്തു പോകും. ബാക്കി എന്താ ഉള്ളത്? CH3CONH2. അതായത് അതെന്തായിട്ട് മാറും? അമൈഡായിട്ട് എന്താവും മാറും. ഈ അമൈഡിനെ ബ്രോമിനും KOHും കണ്ടാൽ പിന്നെ നമ്മൾ ഇനി ഒന്നും പറയാനില്ല. ദിസ് ഈസ് ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ ആണ്. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ നടത്തുന്ന സമയത്ത് ആക്ച്വലി ഉള്ള അമൈഡിനകത്ത് നിന്ന് ഒരു കാർബൺ കുറവുള്ള അമീനാണ് ഫോം ചെയ്യുക. യു ക്യാൻ ബി ഗെറ്റ് ഇറ്റ് ആസ് CH3NH2. റെഡി? CH3NH2നെ NaNO2HCl സ്റ്റീം. അപ്പോൾ NH2 പോയിട്ട് അവിടെ ആര് വരും? OH. CH3OH മെത്തനോൾ ആയിട്ട് എന്താവും മാറും. റെഡി? ഇനി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം തരാം. സ്വന്തമായിട്ടിരുന്ന് ആലോചിച്ച് ചെയ്യുക. CH3CH2Br in the presence of KCN to form A. KCN and CuCN to form A. A is undergo reduction with the lithium aluminum hydride to form B. B is treated with nitrous acid to form C. Identify A, B and C. പറഞ്ഞ കാര്യം മനസ്സിലായോ? ആദ്യം CH3CH2Brനെ KCNും CuCNുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു? A ലഭിക്കുന്നു. ആ Aയെ ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് ഉപയോഗിച്ച് റിഡക്ഷൻ നടത്തുന്ന സമയത്ത് B ലഭിക്കുന്നു. ആ Bയെ നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്ന സമയത്ത് C എന്താവുന്നു? ലഭിക്കുന്നു. A എന്താ, B എന്താ, C എന്താ എന്ന് കണ്ടുപിടിക്കാനാണ്. ദയവ് ചെയ്ത് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇനി നമ്മൾ ക്ലാസ് തുറന്ന് നേരിൽ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാം നോട്ട്സും ചെയ്ത വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസും എല്ലാം തന്നെ ഉണ്ടായിരിക്കണം. ഒരു പ്രഹസനം പോലെ ആവരുത് ഒന്നും കേട്ടോ. താങ്ക് യു ഓൾ ഓഫ് യു.